ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ പച്ചക്കറി വാങ്ങിക്കാൻ കയറിയതാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാലിക്കുള്ളി ഉണ്ട് കൊണ്ടുപോയിക്കോന്ന്. സത്യം പറഞ്ഞാൽ ഞാലിക്കുള്ളി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ആ പേര് കേട്ട് കഴിഞ്ഞാൽ ഉപ്പ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടും ഞാലിക്കുള്ളി, അതായത് പാടത്ത് നമ്മൾ നട്ട് പിടിപ്പിച്ചുണ്ടാക്കിയിട്ട് അവിടുന്ന് പറിച്ചിട്ട് അപ്പോഴേക്കപ്പോൾ കൊണ്ടുവരുന്നതാണ്. സോ അതിന് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. നല്ല പൊടി പോലത്തെ കൊള്ളിയായിരിക്കും കേട്ടോ, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാലിക്കൊള്ളിയാണോ വരവ് കൊള്ളിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ സംഭവം കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കുക്കാവുകയും ചെയ്തു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എനിക്ക് തോന്നി ഇങ്ങനെ നമ്മൾ ഉപ്പേരി എന്ന് എൻ്റെ ഒക്കെ അവിടെ പറയാം, ഉപ്പേരി പോലെ നമ്മൾ ഉണ്ടാക്കും. ഇങ്ങനെ ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ കൊഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഇവിടെ പൊതുവെ അങ്ങനെ ഉണ്ടാക്കൽ കുറവാണ്. എപ്പോഴും നമ്മൾ ചീനമുളകിൻ്റെ ചമ്മന്തിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉള്ളി തൊലിക്കൽ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാനത് നേരെ ഇക്കാക്ക് കൊടുത്തു. അപ്പോൾ ആളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ തൊലിച്ച് തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേഗം എന്ത് ചെയ്തു, കൊള്ളി അങ്ങ് കഴുകി അടുപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പുതിയൊരു ക്യാമറമാൻ ഞാൻ വെച്ചിട്ടുണ്ട്. നെച്ചുമോളാണ്, എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ എടുത്തു തരാം, എനിക്കറിയാമെന്നൊക്കെ പറയും. അപ്പോൾ മൂപ്പര് ഞാൻ ഉപ്പ് എടുക്കുന്നതും മുളക് എടുക്കണമൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ടൊക്കെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവളാണ് വീഡിയോ എടുക്കണമെന്ന് അറിയണമെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഉപ്പ് അവളാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, അതങ്ങ് അടുപ്പത്തോട്ട് വെച്ച് ഒരു 2-3 വിസിലടിച്ചപ്പോഴത്തേക്കും ഇക്ക ഉള്ളി കൊടുന്നു തന്നു. അപ്പോൾ ഞാനത് ചതച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ ഗ്യാസാണെന്നൊക്കെ പറയുമല്ലോ പൊതുവേ നമ്മൾ കൊള്ളി കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നല്ലത് വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും ഒക്കെ അതിലിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ക്യാമറാമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ ഇതാ എന്താ പറയുക, അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൽ ഉണക്കമുളക് പൊടിച്ചിടുന്നേ കാണാം. പക്ഷേ എനിക്ക് അതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ. ആ മുളക് പൊടി നമ്മൾ അവസാനത്തിൽ ഇട്ട് കൊടുത്ത് അധികം മൂത്ത് കരിഞ്ഞു പോകുന്നു ചെയ്യരുത്. മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, കൊള്ളി നന്നായിട്ട് ഉടച്ചിട്ട് ചെറിയ ഒരു വെള്ളത്തോട് കൂടിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഊറ്റിയെടുത്തിട്ട് ഇതാക്കരുത്. അതായത് കണക്കിന് വെള്ളം വെച്ചിട്ടാണ് കൊള്ളി വേവിക്കുക. നമ്മളൊരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ അത്യാവശ്യം 1 കിലോ 1.5 കിലോ കൊള്ളിയൊക്കെ വേവിച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ വെള്ളത്തോട് കൂടി ഉടച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാനിത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഒരു കൊള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെയും മുളകിൻ്റെ ഒക്കെ കരിഞ്ഞ പോലത്തെ ഒരു ചൊവ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ കൊള്ളി ഉണ്ടാക്കിയിട്ട് ഉപ്പേരി പോലെ വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നല്ല ചൂട് കൊള്ളി നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈവനിങ് ഇതേപോലൊക്കെ തന്നെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ക്യാമറമാൻ എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നുള്ള വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ.